Good morning, my dear children. How are you? Fine? സുഖമായിട്ടിരിക്കുന്നു എല്ലാവരും? സുഖം. ഓക്കെ, സാറ്റർഡേ സൺഡേ നമുക്ക് ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു, ഹോളിഡേ ആയിരുന്നു. എല്ലാവരും വീട്ടിൽ അടിച്ചു പൊളിച്ചിരുന്നു അല്ലേ? നോട്ടൊന്നും എഴുതണ്ട. ടെക്സ്റ്റ് ഒക്കെ വായിച്ചോ? എല്ലാവരും വായിച്ചു കാണും. എനിക്കറിയാം ടീച്ചറെ, എല്ലാവരും ടെക്സ്റ്റ് ഒക്കെ വായിച്ചു കാണും. നോട്ടും വായിച്ചു കാണുമെന്നറിയാം. ഓക്കെ, സാറ്റർഡേ സൺഡേ ഒക്കെ പുറത്ത് പോയോ? പോയില്ല. ആരും പുറത്ത് പോരുത് കേട്ടോ. പലരും പുറത്ത് പോകാൻ പറ്റത്തില്ല, നമുക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആണ്. സേഫായിട്ടിരിക്കുക എല്ലാവരും വീട്ടില്. ഓക്കെ, അപ്പൊ ടീച്ചർ ഇനി അധികം സമയം കളയുന്നില്ല, നമുക്ക് ലെസൺസിലോട്ട് പോകാം. ഒത്തിരി പോർഷൻസ് പഠിക്കാനുണ്ട്. നമ്മൾ ഇന്ന് പഠിക്കുന്ന സബ്ജക്ട് നിങ്ങൾക്ക് പുതിയ ഒരു സബ്ജക്റ്റാണ് ടീച്ചർ ഇന്ന് പഠിപ്പിക്കുന്നത്, സോഷ്യൽ സ്റ്റഡീസ്. കഴിഞ്ഞ വർഷം വരെ നമ്മൾ EVS പഠിച്ചു. ആ EVSൽ നമ്മൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ പഠിച്ചു കഴിഞ്ഞു. തേർഡ് സ്റ്റാൻഡേർഡിൽ വന്നപ്പം EVSന് പകരം 2 സബ്ജക്ട് പഠിക്കേണ്ടി വന്നു. ഏതൊക്കെയാണ് 2 സബ്ജക്ട്? സയൻസും സോഷ്യൽ സ്റ്റഡീസും. അതിന് സയൻസിൽ ടീച്ചർ ഒരു ലെസൺ പഠിപ്പിച്ചു. ഇന്നിപ്പോ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് സോഷ്യൽ സ്റ്റഡീസ്. എന്താണ് സോഷ്യൽ സ്റ്റഡീസ് അല്ലേ? വിജയ് ആലോചിക്കുകയാണ്, എന്താണ് ടീച്ചർ പറയുന്നത് സോഷ്യൽ സ്റ്റഡീസ് അല്ലേ? നോക്കാം. സോഷ്യൽ സ്റ്റഡീസ് അതിന്റെ മലയാളം സാമൂഹ്യ ശാസ്ത്രം എന്നാണ് പറയുന്നത്. എന്താണ് സാമൂഹ്യ ശാസ്ത്രം? എന്താണ് അപ്പൊ ചോദിക്കുക, എന്താണ് സാമൂഹ്യ ശാസ്ത്രം? സമൂഹം, നമ്മുടെ സൊസൈറ്റിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ എഡ്യൂക്കേഷൻ പരമായ കാര്യങ്ങൾ, ആർട്സ് ആൻഡ് സയൻസ്, ഇനി വേൾഡ്, യൂണിവേഴ്സ്, സ്പേസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, വേൾഡ് കൺട്രീസ്, നമ്മുടെ രാജ്യം, അല്ലെ ഓരോ നമ്മുടെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിൽ പഠിക്കുന്നു. മനസ്സിലായോ? ഇപ്പൊ കൊച്ചു കുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂ. കുറച്ച് പോകുമ്പോൾ വലിയ ക്ലാസ്സിലാവുമ്പോൾ അത് മനസ്സിലാകും കേട്ടോ. അതിൽ നമ്മൾ ആദ്യത്തെ ലെസൺ ഇന്ന് പഠിപ്പിക്കുന്നത് ദ യൂണിവേഴ്സ്. എന്താണ് യൂണിവേഴ്സ്? യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം അല്ലേ? അതിനു മുമ്പ് ടീച്ചർ ഇന്നത്തെ ഡേറ്റ് നമ്മൾ ഈ പഠിക്കുന്നതിന് മുന്നായിട്ട് നമ്മളൊരു ന്യൂ വേർഡ്സ് ടീച്ചർ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പൊ ടീച്ചർ ലെസൺ ഒരു ഇൻട്രഡക്ഷൻ എടുക്കുമ്പോൾ മക്കൾക്കെല്ലാം വളരെ ഈസിയായി മനസ്സിലാവും. ലിസൺ ഹിയർ ആൻഡ് കം വിത്ത് മീ. Look, what date is today? Today is 28/6/2021. This day is today. Today is Monday. Social studies ആണ് ഇവിടെ സബ്ജക്ട്. നമ്മൾ പഠിക്കാൻ പോകുന്ന ലെസന്റെ പേരാണ് ദ യൂണിവേഴ്സ്. എന്താണ് ദ യൂണിവേഴ്സ്? യൂണിവേഴ്സ് മീൻസ് പ്രപഞ്ചം. അതെന്താണെന്ന് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. UNIVERSE, യൂണിവേഴ്സ്. ആൻഡ് ദ സെക്കൻഡ് വൺ സ്പേസ്, SPACE, സ്പേസ്. Third, planets, PLANETS, planets. STARS, stars. Galaxy, GALAXY, galaxy. Milky Way, MILKYWAY, Milky Way. And the last is Earth, EARTH. അങ്ങനെ ടീച്ചർ പറഞ്ഞുതരാം, ശ്രദ്ധിക്കൂ. യൂണിവേഴ്സ് മീൻസ് പ്രപഞ്ചം. എന്താണ് ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്പേസ്, പ്ലാനറ്റ്സിന്റെ മലയാളം ഗ്രഹങ്ങൾ എന്ന് പറയും കേട്ടോ. ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം. സ്റ്റാർസ് നമുക്കെല്ലാം അറിയാം, നക്ഷത്രങ്ങൾ. ഗാലക്സി എന്ന് പറഞ്ഞാല് നക്ഷത്രങ്ങളുടെയും പ്ലാനറ്റ്സിന്റെ ഒക്കെ കൂട്ടമാണ് ഗാലക്സി. അതിന് മലയാളത്തിൽ പറയുന്നത് എന്താണ്? താരാപഥം എന്ന് പറയും. അതിന്റെ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്യാം, മനസ്സിലാവും. അതുപോലെ മിൽക്കി വേ, ദാറ്റ്സ് എർത്ത് എന്ന് പറയുന്നത് നമ്മുടെ എർത്ത് അല്ലെ, ഭൂമി. അപ്പൊ ഇത്രയും വേർഡ്സ് ആണ് നമുക്ക് ന്യൂ വേർഡ്സ് ആയിട്ട് ലെസണിൽ പഠിക്കാനുള്ളത്. യൂണിവേഴ്സ്, സ്പേസ്, പ്ലാനറ്റ്, സ്റ്റാർസ്, ഗാലക്സി, മിൽക്കി വേ, എർത്ത്. ഓക്കെ, മനസ്സിലായല്ലോ ന്യൂ വേർഡ്സ്. ഇനി നമ്മുടെ ലെസണിലോട്ട് പോവാം. നമ്മുടെ ലെസന്റെ പേരാണ് യൂണിവേഴ്സ്. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നിൽക്കുന്നത് നമ്മുടെ എല്ലാ ലിവിങ് തിങ്സും നോൺ ലിവിങ് തിങ്സ് ആകട്ടെ, ജീവജാലങ്ങൾ എല്ലാം, ലൈക്ക് ലിവിങ് തിങ്സ് ആൻഡ് നോൺ ലിവിങ്സ്, എല്ലാ വസ്തുക്കളും ഉൾപ്പെടുന്നതാണ് പ്രപഞ്ചം എന്ന് പറയുന്നത്. ഒരു ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു വസ്തുക്കൾ പോലും നമ്മുടെ പ്രപഞ്ചത്തിൽ ഉള്ളതാണ്. ദ യൂണിവേഴ്സ് മീൻസ് എവറിത്തിങ് ദാറ്റ് എക്സിസ്റ്റ് അല്ലെ? എല്ലാത്തിന്റെ നിലനിൽപ്പ്, ബേസിക് എന്ന് പറയുന്നത് യൂണിവേഴ്സ് ആണ്, പ്രപഞ്ചം. അത് കുറച്ചുകൂടെ വലിയ ക്ലാസ്സിൽ ഇപ്പം നിങ്ങൾക്ക് പറയുമ്പോൾ വലുതായിട്ട് മനസ്സിലാവില്ല മക്കളെ. കാരണം നിങ്ങൾ കുഞ്ഞു മക്കളാണ്, പെട്ടെന്ന് നമ്മളെ സോഷ്യൽ സ്റ്റഡീസ് എന്നൊരു പുതിയ സബ്ജക്റ്റിലോട്ട് വന്നു. അപ്പൊ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും കേട്ടോ. ഈ ലെസൺ ഫുൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്നുള്ളത്. യൂണിവേഴ്സ് എന്താണ്, അതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ടെന്ന്. അപ്പൊ എന്താണ് യൂണിവേഴ്സ്?
യൂണിവേഴ്സ് മീൻസ് എവറിത്തിങ് ദാറ്റ് എക്സിസ്റ്റ്, എല്ലാത്തിനും നിലനിൽപ്പുള്ളത് അല്ലെ, എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് ഉള്ളതാണ് നമ്മളെ പ്രപഞ്ചം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈ കൺസിസ്റ്റ് ഓഫ്, ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അറിയാമോ? എന്തൊക്കെയാ ഉള്ളത്? എന്താണ്? ഹോൾ സ്പേസ് വിച്ച് വി ലീവ്, ദാറ്റ് ഈസ് എർത്ത് ടുഗദർ, ഓൾ ദ പ്ലാനറ്റ്സ് ആൻഡ് സൺ. നമ്മൾ താമസിക്കുന്ന എർത്ത്, പ്ലാനറ്റ്സ്, സ്റ്റാർസ്, ഇതെല്ലാം കൂടി ചേർന്നതാണ് എന്താണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. എർത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഭൂമി, നമ്മുടെ ഒരു പ്ലാനറ്റ്, നമ്മൾ താമസിക്കുന്ന ഇതാണ് എർത്ത്. ഓക്കെ, ഇനി അതിനുമ്പോ ടീച്ചർ ഒരു കാര്യം ഓർമ്മിക്കാൻ വേണ്ടി പറഞ്ഞു, ഈ ലെസണിലുണ്ട്, ജസ്റ്റ് ഇപ്പൊ ഒന്ന് ടീച്ചർ ഒന്ന് നിങ്ങൾക്ക് പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ എന്താ പറഞ്ഞുതരാം. പ്ലാനറ്റ്സ് എന്ന് പറഞ്ഞാൽ ഗ്രഹങ്ങൾ. നമ്മുടെ അറ്റ്മോസ്ഫിയർ, എന്താണ് നമ്മുടെ സ്കൈയിൽ നമ്മൾ എന്തൊക്കെ കാണുന്നു? സ്റ്റാർസ്, സൺ, മൂൺ, ഇതൊക്കെ നമ്മൾ കാണാറുണ്ടല്ലേ? കുഞ്ഞു കുഞ്ഞു സ്റ്റാർസ് ഒരുപാട് നമ്മൾ രാത്രിയിലൊക്കെ ഇതൊന്നും എന്താണ് ബ്രൈറ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ നല്ല പോലെ നമുക്ക് കാണാൻ പറ്റും. സൺ, മൂൺ, സ്റ്റാർസ് ഇതെല്ലാം ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഗാലക്സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലെ പ്ലാനറ്റ്സിന്റെയും സ്റ്റാർസിന്റെയും ഒക്കെ ഒരുപാട് കൂട്ടം, ഇതെല്ലാം കൂടി ഒരുപാട് ചേർന്നതാണ് ഗാലക്സി എന്ന് പറയുന്നത്. ഇനി പ്ലാനറ്റ്സ്, എന്താണ് പ്ലാനറ്റ്സ്? നമുക്ക് 8 പ്ലാനറ്റ്സ് ആണ് നിലവിലുള്ളത്. 8 പ്ലാനറ്റ്സ്. സോളാർ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. സോളാർ സിസ്റ്റം, സൗരയൂഥം. അതിപ്പോ മക്കൾക്ക് മനസ്സിലാവില്ല ടീച്ചർ, ഇനി ഇതിനകത്തോണ്ട് ടീച്ചർ പറഞ്ഞുതരാം. ഇപ്പൊ മനസ്സിലാക്കാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞുതരാം. എന്താണ് സോളാർ സിസ്റ്റം? സൗരയൂഥം എന്ന് പറയും. ഇതിനകത്ത് സൺ ഈസ് ദ സെൻട്രൽ, മിഡിലിൽ വരുന്നത് സൺ ആണ്. ആ സണ്ണിനെ വലയം ചെയ്താണ് ബാക്കി ഗ്രഹങ്ങളൊക്കെ വരുന്നത്, ബാക്കി പ്ലാനറ്റ്സ് ഒക്കെ വരുന്നത്. വി ഹാവ് 8 പ്ലാനറ്റ്സ്. ടീച്ചർ പറയട്ടെ 8 പ്ലാനറ്റ്സ് ഏതൊക്കെയാണെന്ന്? ഓക്കെ, വാട്ട് ആർ ദ 8 പ്ലാനറ്റ്സ്? ദ 8 പ്ലാനറ്റ്സ് ആർ ഏതൊക്കെയാണ്? മെർക്കുറി, വീനസ്, മാർസ്, എർത്ത്, ജൂപ്പിറ്റർ, സാറ്റൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ക്ലിയർ? Once again, there are 8 planets. What are they? They are Mercury, Venus, Earth, Mars, Jupiter, Saturn, Uranus and Neptune. ഇത് വരുന്നുണ്ട്. ഇത് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുണ്ട്. ഇപ്പൊ ടീച്ചർ ഒന്ന് പറഞ്ഞു പോകുന്നത് 8 പ്ലാനറ്റ്സ് ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ സ്റ്റാർസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് അറിയാം. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഗാലക്സി ആകുന്നത്. എന്താണ് ഗാലക്സി എന്ന് പറഞ്ഞാൽ ഇതുണ്ടാകുന്നത്. ഇനി നമ്മുടെ ഗാലക്സിക്ക് തന്നെ എർത്തിന്, നമ്മുടെ ഭൂമിക്ക് സ്വന്തമായിട്ടൊരു ഗാലക്സി ഉണ്ട്. രണ്ട് ഏതൊക്കെയാണെന്ന് പറയുമ്പോൾ അതിന് പറയുന്ന പേരാണ് മിൽക്കി വേ. എന്താണ് മിൽക്കി വേ? മിൽക്കി എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ, പാൽ, ക്ഷീരപഥം എന്നാണ് ഈ മിൽക്കി വേക്ക് മലയാളത്തിൽ പറയുന്നത്. ക്ഷീരപഥം എന്നാണ് മിൽക്കി വേ. കേട്ടോ? അപ്പൊ ഇത്രയും കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇന്ന് ചെറുതായിട്ട് അത്രയും മാത്രമേ നമ്മൾ പഠിക്കുന്നു. കാരണം ഈ ലെസൺ നിങ്ങൾ ആദ്യം തുടങ്ങുന്നതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് പയ്യെ മനസ്സിലാക്കാനേ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി പ്ലാനറ്റ്സിനെ പറ്റി ടീച്ചർ പറഞ്ഞു, സ്റ്റാർസ് പറഞ്ഞു, ഗാലക്സി പറഞ്ഞു, മിൽക്കി വേ പറ്റി പറഞ്ഞു, എർത്തിനെ പറ്റി പറഞ്ഞു, യൂണിവേഴ്സിനെ പറ്റി പറഞ്ഞു അല്ലെ. ഇതിനകത്തൊരു ബിഗ് ബാങ് തിയറി പറയുന്നുണ്ട്. നോട്ടില് ടെക്സ്റ്റില് ബിഗ് ബാങ് തിയറി, അതിന്റെ ബേസ് ചെയ്തിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. എന്താണ് ഈ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ? അതൊന്നും മക്കൾക്ക് മനസ്സിലാവില്ല. മഹാവിസ്ഫോടന സിദ്ധാന്തം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. കേട്ടാൽ മതി, അതൊന്നും അങ്ങനെ മനസ്സിലാക്കി വെക്കാനൊന്നും പറ്റത്തില്ല. ഇതിനകത്ത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി, എങ്ങനെയാണ് ഇത് ഒറിജിൻ ചെയ്തത്? ഫസ്റ്റ്ലി എല്ലാവരും പ്രപഞ്ചം ഉണ്ടായ അന്ന് മുതൽ എന്തുണ്ട്? ജീവജാലങ്ങളുണ്ട്. അതെങ്ങനെയാണ് ഘട്ടം ഘട്ടമായിട്ട് ഒറിജിനേറ്റ് രൂപപ്പെട്ട് ഈ അവസ്ഥ വരെ എത്തിയിരിക്കുന്നത്. അതാണ് ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത്. ടെക്സ്റ്റിലുണ്ട്. ടീച്ചർ അത് വരുമ്പോൾ ആ ടീച്ചർ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. മനസ്സിലായല്ലോ? ടീച്ചർ പിന്നെ ടെക്സ്റ്റ് വായിച്ച് ഒന്നുകൂടെ എല്ലാം ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. നോക്കൂ, നമ്മുടെ ലെസൺ 1 ദ യൂണിവേഴ്സ്. The universe means everything that exists. It consists of the whole space in which we live, that is the earth, together with all the planets and stars. എന്താണ്? The universe means everything that exists. യൂണിവേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? എല്ലാ വസ്തുക്കളുടെയും ഉറവിടം. അതാണ് യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ്, ഇനി എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഹോൾ സ്പേസ്, മുഴുവൻ സ്പേസും അറ്റ്മോസ്ഫിയറും, ഇൻ വിച്ച് വി ലീവ്, നമ്മൾ താമസിക്കുന്ന എർത്ത്, ദാറ്റ് ഈസ് ദ എർത്ത്, ടുഗദർ വിത്ത്
ഓൾ ദ പ്ലാനറ്റ്സ്, എർത്ത്, പിന്നെ ബാക്കി പ്ലാനറ്റ്സ് ഗ്രഹങ്ങൾ, പിന്നെ സ്റ്റാർസ്, ഇതെല്ലാം കൂടെ ചേർന്നാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്ന എല്ലാ വസ്തുക്കളും. ദ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ് ഈസ് എക്സ്പ്ലെയിൻഡ് ബൈ ദ ബിഗ് ബാങ് തിയറി. ഇനി യൂണിവേഴ്സ്, ദ ഒറിജിൻ ഓഫ് ദ യൂണിവേഴ്സ്, യൂണിവേഴ്സിന്റെ ഒറിജിൻ എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് നമ്മളൊരു ബിഗ് ബാങ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഈ ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞാൽ എന്താണ്? എങ്ങനെയാണ് ഇത് ആദ്യം മുതലേ പ്രപഞ്ചം ഉടലെടുക്കുന്നത്, അതിൽ ഓരോ വസ്തുക്കളും എങ്ങനെ ഉടലെടുക്കുന്നു, ഘട്ടം ഘട്ടമായി അത് എങ്ങനെ ഉടലെടുക്കുന്നു, ഈ അവസ്ഥ വരെ ഇത് എങ്ങനെ എത്തി, ഇതെല്ലാം ബിഗ് ബാങ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ദിസ് തിയറി, ഈ തിയറി അനുസരിച്ച് എവ്രിതിങ് ഇൻ ദ യൂണിവേഴ്സ് വാസ് ഇനിഷ്യലി, അതായത് എവ്രിതിങ്, എല്ലാ വസ്തുക്കളും, ഈ യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും ആദ്യത്തെ ഇനിഷ്യൽ സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ് ആദ്യം വാസ് ഇനിഷ്യലി എന്താണ്? ഹോട്ട് ആൻഡ് ഡെൻസ്. ഒന്നുകിൽ അത് ഹോട്ട് ആയിരിക്കും, അല്ലെങ്കിൽ ഡെൻസ് ആയിരിക്കും. ആൻഡ് സ്ലോലി, ഇത് പിന്നീട് എന്ത് ചെയ്തു? സ്ലോലി ഇറ്റ് സ്റ്റാർട്ടഡ് കൂളിംഗ് ആൻഡ് കണ്ടൻസിങ്. ഇത് പതുക്കെ പതുക്കെ പിന്നെ കൂളിംഗ്, തണുക്കുന്നു, പിന്നെ കണ്ടൻസിങ്. കണ്ടൻസിങ് എന്ന് പറയുന്നതാണ് കട്ട പിടിക്കുന്ന അവസ്ഥ എത്തുന്നു, അല്ലെ? വെള്ളം തണുത്ത് ഐസ് ആകുന്നത് പോലെ കണ്ടൻസിങ് അങ്ങനെയായി മാറുന്നു. അപ്പം എന്താണ്? ആദ്യത്തെ ഇനിഷ്യലി ഹോട്ട് ആൻഡ് ഡെൻസ്, ആൻഡ് സ്ലോലി ഇറ്റ് സ്റ്റാർട്ടഡ് കൂളിംഗ് ആൻഡ് കണ്ടൻസിങ്. The system that were formed thus are called galaxy. ഈ സിസ്റ്റം ഇതെല്ലാം കൂടി ചേർന്ന് ഫോം ചെയ്യുന്നതിന് ഒറ്റ പേര് പറയുന്നതാണ് ഗാലക്സി എന്ന് പറയുന്നത്. ഗാലക്സീസ്. There are millions of galaxies in the universe. ഈ പ്രപഞ്ചത്തിൽ ധാരാളം ഗാലക്സീസ് ഉണ്ട്. The Milky Way and Andromeda. മിൽക്കി വേയും ആൻഡ്രോമേഡയും എക്സാമ്പിൾസ് ഓഫ് ഗാലക്സീസ്. നമ്മുടെ ഗാലക്സീസിന് എക്സാമ്പിൾ ആണ് മിൽക്കി വേയും ആൻഡ്രോമേഡയും. അപ്പോൾ നമ്മുടെ ടീച്ചർ പറഞ്ഞുതരാൻ ശ്രദ്ധിക്കൂ. ദ യൂണിവേഴ്സ് മീൻസ് എവറിത്തിങ് ദാറ്റ് എക്സിസ്റ്റ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഹോൾ സ്പേസ് ഇൻ വിച്ച് വി ലിവ്, ദാറ്റ് ഈസ് ദ എർത്ത് ടുഗദർ വിത്ത് ഓൾ ദ പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ്. The origin of the universe is explained by the Big Bang theory. According to this theory, everything in the universe was initially hot and dense, and slowly it started cooling and condensing. The systems that were formed thus are called galaxies. There are millions of galaxies in the universe. The Milky Way and Andromeda are examples of galaxies. ഇവിടെ കണ്ടോ നൈറ്റ് സ്കൈ. നമ്മൾ നൈറ്റ് സ്കൈ നോക്കിയാൽ കാണാൻ നല്ല ഭംഗിയാണ്, അല്ലെ? ബ്രൈറ്റ് സ്കൈ നല്ല ഭംഗിയാണ് കാണാൻ. ഇനി വി സീ ദ സ്കൈ ഡെക്കറേറ്റഡ് വിത്ത് മൂൺ, പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ് അറ്റ് നൈറ്റ്. നമ്മൾ രാത്രി നമ്മൾ നോക്കി നമുക്ക് എന്ത് കാണാൻ പറ്റും? വി സീ ദ സ്കൈ ഡെക്കറേറ്റ്, എന്തോ അലങ്കരിച്ച് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? വിത്ത് മൂൺ, ചന്ദ്രൻ, ആൻഡ് പ്ലാനറ്റ്സ്, ഗ്രഹങ്ങൾ, ആൻഡ് സ്റ്റാർസ്, നക്ഷത്രങ്ങൾ, ഇതെല്ലാം കൂടെ കൊണ്ട് നൈറ്റിൽ നല്ല പോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. ബട്ട് വൈ ഡു വി നോട്ട് സീ ദീസ് ഗ്ലിറ്ററിംഗ് സ്റ്റാർസ്? എന്തുകൊണ്ട്? ബട്ട് വൈ ഡു നോട്ട് സീ, എന്തുകൊണ്ട് ഇങ്ങനെ തിളങ്ങുന്ന, ഗ്ലിറ്റർ മീൻസ് തിളങ്ങുന്ന ഈ സ്റ്റാർസും നക്ഷത്രങ്ങളും ബാക്കി എല്ലാ കാര്യങ്ങളും ഡ്യൂറിംഗ് ദ ഡേ ടൈം കാണാൻ പറ്റുന്നില്ല? എന്തുകൊണ്ട് നമുക്ക് ഡേ ടൈമിൽ ഇത് കാണാൻ പറ്റുന്നില്ല? എന്തുകൊണ്ടെന്ന് അറിയാമോ? എന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ സൂര്യൻ പ്രകാശിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റാത്തത് കേട്ടോ. അത് പറയുന്നുണ്ട്. ദ സൺസ് ബ്രൈറ്റ് ലൈറ്റ് മേക്സ് ദം ഡിസപ്പിയർ ഡ്യൂറിംഗ് ദ ഡേ. എന്താണ് ദ സൺസ് ബ്രൈറ്റ് ലൈറ്റ്? സൂര്യന്റെ പ്രകാശം, ബ്രൈറ്റ് ലൈറ്റ് എന്ത് ചെയ്യുന്നു? ഇതിനെയൊക്കെ വന്ന് മറച്ചു കളയുന്നു. ഡിസപ്പിയർ ഡ്യൂറിംഗ് ദ ഡേ ടൈം. ഡേ ടൈമിലും സ്റ്റാർസ് ഒക്കെ ഗ്ലിറ്റർ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് കാണാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ്? സൂര്യന്റെ ബ്രൈറ്റ്, ഭയങ്കര ശക്തമായിട്ടുള്ള പ്രകാശം കാരണമാണ് നമുക്ക് കാണാൻ പറ്റാത്തത്. ഒരു ടീച്ചർ വായിച്ചുതരാം. വി സീ ദ സ്കൈ ഡെക്കറേറ്റഡ് വിത്ത് മൂൺ, പ്ലാനറ്റ്സ് ആൻഡ് സ്റ്റാർസ് at night, but why do we not see these glittering stars during the daytime? The sun's bright light makes them disappear during the day. മനസ്സിലായല്ലോ? അപ്പൊ ഇത്രയും പഠിപ്പിച്ച ടീച്ചർ പറഞ്ഞ മനസ്സിലായല്ലോ എല്ലാവർക്കും? ഓക്കെ, ബാക്കി അടുത്ത ക്ലാസ്സിൽ ടീച്ചർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ എന്റെ ചക്കര കുട്ടികൾക്ക് എല്ലാം മനസ്സിലായോ? ടീച്ചർ ടെക്സ്റ്റ് വായിച്ചതെല്ലാം മനസ്സിലായോ? നമ്മൾ പഠിച്ച മിൽക്കി വേ, ഗാലക്സി, പ്ലാനറ്റ്സ്, ബിഗ് ബാങ് തിയറി, യൂണിവേഴ്സ്, അല്ലെ, ആൻഡ്രോമേഡ, എല്ലാം മനസ്സിലായി തന്നല്ലോ ടീച്ചറ്. അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ പഠിക്കുമ്പോൾ കൂടുതൽ മനസ്സിലാവും. അപ്പൊ എന്റെ എന്റെ പൊന്നു മക്കള് ഇത്രയും നേരം പുതിയൊരു സബ്ജക്ട് കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്, ഒന്ന് വണ്ടർ അടിച്ചിരിക്കുകയാണ് എല്ലാവരും. ഓക്കെ, നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ടീച്ചർ ഗൂഗിൾ മീറ്റ് വരുമ്പോൾ ചോദിക്കണം കേട്ടോ എല്ലാവരും. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സുകൾ വൈൻഡപ്പ് ചെയ്യാം.
അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ സോഷ്യൽ ലിസണിംഗ് ഇപ്പൊ നമ്മൾ പെട്ടെന്ന് തീർക്കണം. അതിലേക്കും ടീച്ചർ വരുന്നത് വരെ ബൈ. താങ്ക് യു. Hey, hi. Good morning, children. How are you? Fine. All of you had your breakfast? Yes, you are ready for the class, right? Okay. Which day is today? Today is 28th June 2021, Monday. And you all are studying in class 3rd standard. And you are learning English subject. Okay. And what's the name of your school? The name of my school is Kalalaya Public School. Okay. See, there may be one doubt. എല്ലാവർക്കും ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. ടീച്ചർ ഈ പാഠം ടീച്ചർ പഠിപ്പിച്ച് അല്ലെ, ടീച്ചർ ഒരു ഇത് വലിയൊരു പാഠമാണ്, കണ്ടോ, നിങ്ങൾ കണ്ടോ, വലിയൊരു പാഠമാണ്. അതുകൊണ്ട് ടീച്ചർ പഠിപ്പിക്കുന്ന പാരഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ തരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ, നോട്ടില് ഹാർഡ് വേർഡ്സും ക്വസ്റ്റ്യൻ ആൻസറും. കാരണം ഇത് വലിയ പാഠമല്ലേ, കണ്ടോ, ബിഗ് ലെസൺ. അപ്പൊ ടീച്ചർ ഇതെല്ലാം പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മറന്നുപോകും. അതുകൊണ്ട് ടീച്ചർ പഠിപ്പിച്ച പാരഗ്രാഫിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ ടീച്ചർ തരും കേട്ടോ, ഹാർഡ് വേർഡ്സും ടീച്ചർ തരും. മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ. ഓൾ ഓഫ് യു ടേക്ക് ഔട്ട് യുവർ ടെക്സ്റ്റ് ബുക്ക്. ദ മാജിക്കൽ ബുക്ക്. എന്താണ് നമ്മുടെ പാഠത്തിന്റെ പേര്? ദ മാജിക്കൽ ബുക്ക്. മാജിക്കൽ ബുക്ക് അല്ലെ? എന്താണ് ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? എന്താണ് ഈ സ്റ്റോറിയുടെ ബ്രീഫ് എന്ന് പറയുന്നത്? ആരെ പറ്റിയാണ് പറയുന്നത് ഈ സ്റ്റോറിയില്? പറഞ്ഞേ, ആരെ പറ്റിയാണ് പറയണത്? ഹാരിഷ് എന്ന ഒരു കുട്ടിയെ പറ്റിയാണ് ഈ കഥയിൽ പറയുന്നത് അല്ലെ? ഹാരിഷ് എങ്ങനെയാണ് ബുക്കിനെ ട്രീറ്റ് ചെയ്യണത്? ഹാരിഷ് ബുക്കൊക്കെ കീറി റോക്കറ്റ്സും ബോട്ടും ഒക്കെ ഉണ്ടാക്കും അല്ലെ? നമ്മൾ എപ്പോഴും ബുക്ക് എങ്ങനെ സൂക്ഷിക്കണം? ക്ലീൻ ആയിട്ടും ടൈഡി, നല്ല ക്ലീൻ ആയിട്ട് സൂക്ഷിക്കുക നമ്മുടെ ബുക്ക് അല്ലെ? ബുക്കിലൂടെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അറിവ് കിട്ടുന്നത്. സോ വി ഹാവ് ടു കീപ് അവർ ബുക്ക് നീറ്റ് ആൻഡ് ടൈഡി. മനസ്സിലായോ? ബുക്ക് കീറാനോ ഒന്നും പാടില്ല. Okay, all of you take out your textbook. Teacher is going to learn the paragraph that teacher taught. Teacher പഠിപ്പിച്ച പാരഗ്രാഫ് മൊത്തം ടീച്ചർ ഒന്ന് വായിക്കാൻ പോവുകയാണ്. അതിനുശേഷം അടുത്ത പാരഗ്രാഫ് വായിക്കാം. ഓക്കെ. അതിന് മുന്നേ ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിച്ചു തന്നായിരുന്നു. 3 ക്വസ്റ്റ്യൻ തന്നായിരുന്നു അല്ലെ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ഹാരിഷ് ഡൂയിങ് വെൻ ഹിസ് മദർ ആസ്ക്ഡ് ഹിം ടു ഗെറ്റ് റെഡി? റെഡി ആവാൻ പറഞ്ഞപ്പോ ഹാരിഷ് എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? ഹാരിഷ് ഈസ് വാച്ചിങ് TV അല്ലെ? In which class Harish the previous year? Previous year, കഴിഞ്ഞ വർഷം ഹാരിഷ് ഏത് ക്ലാസ്സിലായിരുന്നു? He was in 2nd standard. Which class would he enter when the school reopened? സ്കൂൾ തുറക്കുമ്പോൾ ഹാരിഷ് എത്രാമത്തെ ക്ലാസ്സിലായിരിക്കും? ഹാരിഷ് 3rd ക്ലാസ്സിൽ, 3rd സ്റ്റാൻഡേർഡിലായിരിക്കും. ഓക്കെ. അപ്പൊ ഇത് ടീച്ചർ ഈ 3 ക്വസ്റ്റ്യൻസും ടീച്ചർ നിങ്ങൾക്ക് തന്നതാണ്. ഓക്കെ. What was Harish doing when his mother asked him to get ready? ഹാരിഷ് എന്താ ചെയ്തോണ്ടിരുന്നേ? ഹാരിഷിന്റെ അമ്മ പറഞ്ഞു റെഡി ആവുക എന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്തോണ്ടിരുന്നേ? ഹാരിഷ് വാസ് വാച്ചിങ്, ടേൺ ദ പേജ്. ഓക്കെ, ടീച്ചർ TV when his mother asked him to get ready. അമ്മ റെഡി ആവാൻ പറഞ്ഞപ്പോ ഹാരിഷ് എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ. In which class was Harish in the previous year? കഴിഞ്ഞ വർഷം ഹാരിഷ് ഏത് ക്ലാസ്സിലായിരുന്നു? ഹാരിഷ് വാസ് ഇൻ ക്ലാസ് 2nd in the previous year അല്ലെ? ഹാരിഷ് ഏത് ക്ലാസ്സിലായിരുന്നു? 2nd ക്ലാസ്സിലായിരുന്നു. Which class would he entered when the school reopened? സ്കൂൾ റീഓപ്പൺ ചെയ്യുമ്പോൾ ഹാരിഷ് ഏത് ക്ലാസ്സിലായിരിക്കും? When the class reopened, he is in 2nd standard. ക്ലാസ് റീഓപ്പൺ ചെയ്യുമ്പോൾ ഹാരിഷ് ഏത് ക്ലാസ്സിലായിരുന്നു? 3rd standard. സോറി, ടീച്ചർ 2nd എന്ന് പറഞ്ഞു, ക്ഷമിക്കുക. When the class reopened, ക്ലാസ് തുറക്കുമ്പോൾ ഹാരിഷ് he is in ഏത് ക്ലാസ്സിലായിരിക്കും? 3rd standard. മനസ്സിലായോ? ഈ 3 ലെസണാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത പാരഗ്രാഫ് വായിക്കാം. All of you take out your textbook. Okay. The school reopened and the classes began. Harish proudly carried his notebooks to school. But just 2 months into the school term, all the books were looking different. The English notebook has no cover. Mathematics has many pages missing. Hindi textbook was torn. Harish's mother got angry seeing the pathetic shape of his book. She decided to teach him a lesson. She went to see Harish's English teacher, Miss Jaya, and they thought of a plan. On Monday morning, Harish was getting ready for school.
Mother, did you see my English notebook? I have a test today. Okay. ടീച്ചർ ഈ പാരഗ്രാഫ് വായിച്ചിട്ടുണ്ട്. ഇതിലെ ഹാർഡ് വേർഡ്സ് ടീച്ചർ നാളെ ഇട്ട് തരും. എല്ലാവരും പഠിക്കുക ഹാർഡ് വേർഡ്സ്. കണ്ടോ? ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ടീച്ചർ അതിന്റെ ആൻസറും എന്ത് ചെയ്യും, എഴുതി നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരും. ഓക്കെ. അപ്പൊ നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ ആൻസർ എല്ലാവർക്കും എല്ലാം മനസ്സിലായല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചർ ഗൂഗിൾ മീറ്റിന് വരുമ്പോ ടീച്ചറിനോട് ചോദിക്കാം. ഓക്കെ. താങ്ക് യു ചിൽഡ്രൻ. Hi, good morning children. How are you all? Fine. Okay, do you have your breakfast? Yes. Today we are going to learn GK. ഇന്ന് നമ്മൾ എന്താ GK ആണ് പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ GK ഏത് ലെസൺ ആയിരുന്നു പഠിച്ചത്? ഫ്ലാഗ് ക്യൂസ് ആയിരുന്നു. അതിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? കുറെ രാജ്യങ്ങളുടെ പേര്, അവിടുത്തെ ഫ്ലാഗ് എല്ലാം പഠിച്ചു. അപ്പോൾ അതിൽ കുറച്ച് നോട്ട്സ് നമുക്ക് എഴുതാനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നോട്ടിലേക്ക് പോയാലോ? ആൻസർ ദ ഫോളോയിങ്. വിച്ച് ലീഫ് ഈസ് ഷോൺ ഓൺ ദ കനേഡിയൻ ഫ്ലാഗ്? മാപ്പിൾ ലീഫ്. വിച്ച് കൺട്രീസ് ഫ്ലാഗ് ഹാസ് 14 റെഡ് ആൻഡ് വൈറ്റ് സ്ട്രൈപ്സ്? മലേഷ്യ. വിച്ച് കൺട്രീസ് ഫ്ലാഗ് ഹാസ് എ യെല്ലോ സ്റ്റാർ ഓൺ എ റെഡ് ബാക്ക്ഗ്രൗണ്ട്? വിയറ്റ്നാം. What is the meaning of 24 spokes of Ashoka Chakra? 24 hours of the day. ഇനി എന്താണ്? ഡിക്റ്റേഷൻ ഉണ്ട്. ഡിക്റ്റേഷൻ ഓൺ 1st July 2021. ലെസൺ 1 മാച്ച്ലെസ് ആനിമൽസ്. ഹാർഡ് വേർഡ്സ് ഫ്രം ദ നോട്ട്ബുക്ക്. ഓക്കെ ചിൽഡ്രൻ. അപ്പോൾ എന്നാണ് ഡിക്റ്റേഷൻ? എന്നാണ്? 1/7/2021 എന്ന് പറയുമ്പോൾ ഏത് ദിവസം വരും? വ്യാഴാഴ്ച. വ്യാഴാഴ്ച ഡിക്റ്റേഷനാണ്. ലെസൺ ഫസ്റ്റ് ആണ് മാച്ച്ലെസ് ആനിമൽസ്. അപ്പോൾ ഗൂഗിൾ മീറ്റ് കൂടി ആയിരിക്കും ഡിക്റ്റേഷൻ ഇടുന്നത്. ഓക്കെ ചിൽഡ്രൻ. നമുക്കപ്പോൾ വേർഡ്സുകളൊന്ന് റിവൈസ് ചെയ്താലോ? വേർഡ്സുകളുടെ സ്പെല്ലിംഗ് ഡിക്റ്റേഷനുള്ള. ഓക്കെ. ലെസൺ 1 മാച്ച്ലെസ് ആനിമൽസ്. ഇൻസെക്റ്റ്. INSECT. insect. Carnivore. 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 Giant Vita. GIANTWETA. Giant Vita. Polar bear. POLARBEAR. polar bear. Whale shark. WHALESHARK. whale shark. Pygmy marmoset. PYGMYMARMOSET. Pygmy marmoset. Peregrine falcon. PEREGRINE. falcon. FALCON. Hummingbird. 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 Siberian tiger. SIBERIAN. tiger. TIGER. Komodo dragon. KOMODODRAGON. Komodo dragon. Cory bustard. KORIBUSTARD. Cory bustard. ടെക്സ്റ്റ് നമുക്ക് റിവൈസ് ചെയ്യാം. ഓക്കെ. matchless animals. Identify the animals. Match their names and descriptions as shown. The heaviest insect. The heaviest insect. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? heaviest insect. യെസ്, ഓർമ്മയുണ്ടല്ലേ? giant vita. giant vita. Next is the biggest carnivore on land. It is the biggest carnivore on land. Yes, polar bear. The largest shark.
ലാർജസ്റ്റ് ഷാർക്ക് ഏതാണ്? യെസ്, വെയിൽ ഷാർക്ക്. The smallest monkey. The smallest monkey is pygmy marmoset. The fastest bird, peregrine falcon. Peregrine falcon, the fastest bird. Peregrine falcon. The smallest bird. Which is the smallest bird? Yes, hummingbird. The largest cat. Which is the largest cat? Siberian tiger. The largest lizard. Largest lizard is Komodo dragon. The heaviest flying bird, Cory bustard. ഇത്രയും നിങ്ങൾ ബൈ ഹാർട്ട് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് നിങ്ങൾ പഠിക്കണം? അതിൻ്റെ സ്പെല്ലിങ്ങുകൾ പഠിക്കണം. ഈ വേർഡ്സിൻ്റെ സ്പെല്ലിംഗ് പഠിച്ച് ഡിക്റ്റേഷനാണ്. ഓക്കെ, അപ്പോൾ ഡിക്റ്റേഷന് എല്ലാവരും നന്നായിട്ട് പഠിക്കണം. എല്ലാ വേർഡ്സും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതെ നിങ്ങൾ എഴുതണം. ഓക്കെ ചിൽഡ്രൻ, ബൈ.